കഴിഞ്ഞ ആഴ്ചയിൽ ഹല്ലേലൂയ ജോയ് എന്നറിയപ്പെടുന്ന സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതും കർത്താവിന്റെ സ്പർശനം ലഭിച്ച അദ്ദേഹത്തിന് ആ കർത്താവിന്റെ വിളിയോട് കാണിക്കാൻ സാധിച്ച പ്രത്യുത്തരം പല അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. ഈ ആഴ്ചയിലും വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കർത്താവിന്റെ ഇടപെടലുകളെ കാണുവാൻ നമുക്ക് തൃശൂർ ജില്ലയിലെ തിരൂറുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോകാം. ദൈവവചനം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഇന്ന് നാം നിത്യജീവന്റെ പാതയിൽ കടന്നു ചെല്ലുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അകത്തളങ്ങളിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സുവിശേഷത്തിന്റെ സന്തോഷം സ്നേഹമായി ഇവർ പങ്കുവയ്ക്കുന്നു. ഇത് തൃശൂരുള്ള ഹല്ലേലൂയ ജോയിയും ഭാര്യ പുഷ്പ ജോയിയും. യുവത്വത്തിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ക്രിസ്തുദർശനം അഗതികൾക്കും അനാഥർക്കുമായി പങ്കുവയ്ക്കുന്ന ജീവിതങ്ങൾ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന രോഗികൾക്ക് ഭക്ഷണം നൽകുവാനും ഇവർ ഈ ശുശ്രൂഷയെ ഉപയോഗിക്കുന്നു. ആകാശപ്പറവയിലെ ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനിൽ നിന്നുള്ള ശുശ്രൂഷാ ദർശനങ്ങളും തിരുസഭയുടെ സ്നേഹവും ഈ ശുശ്രൂഷകനും കുടുംബത്തിനും മാർഗദീപമാകുന്നു. ദിവസവും രാവിലെ മെഡിക്കൽ കോളേജിലെത്തുകയും അവശരായ രോഗികളെ കുളിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുക വഴി സാഹോദര്യ സ്നേഹത്തിന്റെ പുതിയ മഴവില്ലുകൾ ഇവർ ഇവിടെ തീർക്കുന്നു. ആ വണ്ടി വിറ്റിട്ട് പിന്നെ ഫുൾ ടൈം ശുശ്രൂഷയിലാണ്. അന്ന് ഫുൾ ടൈം ശുശ്രൂഷ തന്നെ. ഒന്ന് അപ്പസ്തോലന്മാരിലെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോ ധൈര്യപൂർവ്വം അവര് വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞതുപോലെ ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും പ്രവർത്തിക്കുവാനും എല്ലാ കാര്യങ്ങളിലും ഞാൻ പൂർണ്ണമായിട്ടും എല്ലാ ടൈമും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നെന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങി. മറ്റത് നമുക്കൊരു എല്ലാവരുടെ മുമ്പില് ഒരു മാനുഷിക രീതിയിൽ പെട്ടെന്ന് ആരാധത്തില് കടന്നുപോയിരുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ഫുള്ളായി ഇപ്പൊ എല്ലാവർക്കും അറിയാം. ജീവിത പങ്കാളിയൊക്കെ യോജിച്ചാ പിന്നീട് ജീവിത പങ്കാളി ഞാൻ അച്ഛന്റെ അടുത്തേക്ക് കുറ്റിക്കലച്ഛന്റെ അടുത്തേക്ക് ചെന്നായപ്പറ ഞാൻ ജീവിതാംഗങ്ങളോട് പറഞ്ഞു, ഒരു നോഹയുടെ പെട്ടകം കർത്താവ് അവിടെ അച്ഛൻ പണിയുന്നുണ്ട്, ആ പെട്ടകം കാണാൻ വരുന്നോ? അത് മലയുടെ മുകളിലാ പണിയുന്നത്. ആ പെട്ടകത്തില് ഒത്തിരി കാര്യങ്ങൾ അറകളുണ്ട്, അത് കാണാൻ. അന്ന് നോഹം പണിതിനേക്കാൾ വലിയ പെട്ടകമാണെന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നതിനിപ്പോ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഒരു വൺ ഡേ പ്രോഗ്രാം ചെന്നായപ്പറ ഉണ്ടായിരുന്നു. അതിന് വന്ന് അവിടുത്തെ ഒരു ഡാഡി എന്ന് ഞങ്ങളെ വിളിക്കപ്പെടുന്ന ഒരു കല്ലുംപുറം ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. ആ സഹോദരനോട് എന്റെ ജീവിതങ്ങളിൽ ഡാഡി ഇവിടെ അച്ഛൻ ഒരു പെട്ടകം പണിയുണ്ടെന്ന് പറയുന്നെന്ന് പറഞ്ഞു. ആവും മോളെ, ഒരു വലിയ പെട്ടക, അതതിന്റെ മലയുടെ മുകളിലാണ്, അത് അങ്ങോട്ട് പോകണം. കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ധ്യാനം കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. അതിന് മുകൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ തപസ് കൂടണം. അങ്ങനെ ജീവിത പങ്കാളി തപസ് കൂടുക. ആ തപസ്സിൽ കൂടെ വലിയൊരു മാറ്റം, എന്നേക്കാൾ അപ്പുറത്തേക്ക് ജീവിത പങ്കാളി കടന്നു വന്നു. പറഞ്ഞു വന്നാല് ആള് ആരോടും പറയാതെ തന്നെ അത് ആ ആളുടെ കയ്യിലുണ്ടായിരുന്ന വളയും സ്വർണ്ണെല്ലാം ആദ്യം തന്നെ ഉപേക്ഷിച്ചു. പിന്നെ ഒത്തിരി ആള് ബ്യൂട്ടീഷ്യനായിരുന്നു. അപ്പൊ അതൊക്കെയും ആള് ഉപേക്ഷിച്ചു. ഇപ്പോഴും ആള് ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് അന്നത് നമുക്കൊരു സഹായി കൂടെയായി. അപ്പൊ എന്റെ കൂടെ ഒരു വലിയ അതായത് ഒരു താങ്ങെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം താങ്ങിന് പറയാൻ പറ്റില്ല, അത്രമാത്രം എന്നെ ശുശ്രൂഷയില് എന്നെ താങ്ങുന്ന ഒരു. അപ്പോ കർത്താവ് പറഞ്ഞ ഒരു നിനക്ക് ചേർന്ന ഇണയെ തരും എന്ന് പറഞ്ഞതില് ഇത് ഇവിടെ ഒരു പൂർത്തീകരണം വരാണ് ഇതുവരെ. ഇപ്പൊ എന്നെ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പൊ വിട്ടത്. ഇപ്പൊ ജീവിത പങ്കാളി ഇപ്പൊ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ രണ്ടുപേരും ഒരേ ലെവലിലേക്ക് വന്നപ്പോ കുഞ്ഞുങ്ങളും പിന്നെയും വന്ന മക്കളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മക്കൾക്കും വളരെയധികം സന്തോഷമാണ്. കാരണം ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന അപ്പന്മാർക്കും അമ്മമാരും ഞങ്ങള് കൊണ്ടാക്കുന്ന ആശ്രമങ്ങളിലെ വിളിച്ചു നോക്കുമ്പോ ചോദിച്ചേട്ടാ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി, ഇവിടെ ഫുള്ളാണ്, ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും.
ഈ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ അപ്പനും അമ്മയുണ്ട്, അതോടൊപ്പം തന്നെ ഇവരും. അപ്പൊ ഇവരെന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോ ഈ അപ്പാപ്പനും അമ്മാവന്മാരെയും അതാത് ആശ്രമത്തിൽ കൊണ്ടാക്കുമ്പോൾ ഇവര് അമ്മച്ചി അപ്പച്ച ഈ അപ്പാപ്പനെ കൊണ്ടുപോകണ്ട, ഈ അമ്മച്ച ഈ അമ്മാമ്മ കൊണ്ടുപോകണ്ട, അമ്മച്ചി അമ്മാമ്മ കൊണ്ടുപോകണ്ട. അപ്പൊ അത്രയും അവര് ഇതിലും ഇൻവോൾവ്ഡാണ്. ആദ്യകാലങ്ങളിൽ ഞാനും ജോയിച്ചേട്ടനും കൂടി ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പ്രഭാതത്തിലെ പരിശുദ്ധ കുർബാനയിലേക്ക്, പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞാൽ ജോയിച്ചേട്ടനും ഞാനും മക്കളും ഒരുമിച്ച് പരിശുദ്ധ കുർബാനയിലേക്കാണ് ആദ്യം കടന്നു ചെല്ലുക. കാരണം പരിശുദ്ധ കുർബാനയിൽ നിന്ന് കുർബാന സ്വീകരിച്ചുകൊണ്ട് ആ ശക്തി സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വരികയും തുടർന്ന് പ്രഭാതത്തിൽ തന്നെ ജോയിച്ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകും. ഞാൻ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 9 മണി 10 മണിയോട് കൂടി തന്നെ 10 മണിക്കുള്ളിൽ തന്നെ ഡോക്ടേഴ്സ് റൗണ്ട്സിനേക്കാൾ മുൻപ് തന്നെ ഞാനും അവിടെ ഹോസ്പിറ്റലിൽ ഓടിയെത്തും. തുടർന്ന് സ്ത്രീകളുടെ വാർഡിലും പുരുഷന്മാരുടെ വാർഡിൽ നിന്ന് വ്യത്യാസം കൂടാതെ ഒത്തിരി പേരെ മലമൂത്ര വിസർജനത്തിലെ ഒരു ഗ്ലാസ് വെള്ളത്തിന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചുടുചായയ്ക്ക് വേണ്ടി വിഷമിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കാലഘട്ടങ്ങളില്. ഞങ്ങൾ ഓടിച്ചെന്ന് അത്രയും, അതായത് ഓടിച്ചെന്ന വഴിക്ക് തന്നെ ജോയിച്ചേട്ടൻ ചായ വയ്ക്കാൻ തുടങ്ങും. ഞാൻ തുണികളെല്ലാം എടുത്ത് ഇവരെ കുളിപ്പിക്കാനും അതുപോലെ ഇവരെ തുടച്ച് വൃത്തിയാക്കാനും ഒത്തിരി ബെഡ്ഷുകളുള്ള അല്ലെങ്കിൽ ഒത്തിരി ഹെഡ് ഇഞ്ചറി ആയിട്ട് ഒരു ഓർമ്മയും ഇല്ലാതെ കിടക്കുന്ന ഒത്തിരി രോഗിയുണ്ട്. അവരെ ട്യൂബിൽ കൂടിയൊക്കെ വേണം ചായ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇവരെ തുടച്ച് ഡോക്ടേഴ്സ് റൗണ്ട്സിന് ഇതിനേക്കാൾ മുമ്പ് തന്നെ സ്വന്തം അപ്പനെയും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളെ നോക്കുന്നത് പോലെ തന്നെ ഒരു അറപ്പും വെറുപ്പും കൂടാതെ ഗ്ലൗസ് ഇടാതെയാണ് ഞങ്ങൾ ഇവരെ ശുശ്രൂഷിക്കാറ്. ഈ ഗ്ലൗസ് ഇടാതെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇതിനോട് താല്പര്യം തീരില്ല എന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ജോയിച്ചേട്ടന്റെ പ്രാർത്ഥന വഴിയാണ് ഞാൻ ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ഞങ്ങള് പലാവർത്തി തൃശ്ശൂരുള്ള പുത്തമ്പള്ളിയിലെ ദീപികാരണ്യ ആരാധനയിൽ പോയി ഓരോ ആഴ്ചയിലുള്ള വേദനകൾ അല്ലെങ്കിൽ സഹനങ്ങൾ, ദുഃഖങ്ങൾ, ഞങ്ങൾക്കുണ്ടാകുന്ന ശുശ്രൂഷയിലുണ്ടാകുന്ന സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ആ ദീപികാരണ്യത്തിൽ നിന്ന് കടന്നു വരുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് മടുപ്പ് കൂടാതെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ഞങ്ങളെ വഴിയൊരുക്കുന്നത്. ആ കാലഘട്ടങ്ങളിലും ഞങ്ങള് രാവിലത്തെ ഭക്ഷണവും ഉച്ചയിലത്തെ ഭക്ഷണവും ഒക്കെ ഞങ്ങൾ രോഗികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു കാലഘട്ടം വന്നിട്ട് നോക്കിയപ്പോൾ ഞങ്ങളത് നിർത്തി. പിന്നെ ഇപ്പോൾ വീണ്ടും പ്രഭാതത്തിലെ പുലർക്കാലെ 2 മണിക്ക് എഴുന്നേൽക്കും. ഇന്ന് നമുക്കറിയാം 2 മക്കളുള്ള വീട്ടിൽ തന്നെ പുലർക്കാലെ ഒരു 6:30 കുർബാനയ്ക്ക് പോകാൻ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കുടുംബിനികൾ അല്ലെങ്കിൽ ഭാര്യമാര് അല്ലെങ്കിൽ അമ്മമാർക്ക് 2 മക്കളുണ്ട്, അവർ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണ്, പറ്റില്ല എന്ന് പറയുന്നത്, ആത്മീയ ശുശ്രൂഷയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് എന്റെ ജീവിതത്തിലെ ഞാൻ എന്റെ മക്കളോടും അതുപോലെ തന്നെ ഞാൻ അറിയുന്ന വ്യക്തികളോടും എന്റെ സഹോദരങ്ങളോടൊക്കെ ഞാൻ പറയുന്നത്, ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി ജീവിക്കണം. മരിച്ചിട്ടൊരിക്കലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ പറ്റില്ല, നന്മ ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കർത്താവിന് വേണ്ടി നന്മ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് പാപികളായിരിക്കെ തന്നെ കർത്താവിന് വേണ്ടി നന്മ ചെയ്ത് കർത്താവിന്റെ സഹായത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും വലിയ. ഇന്ന് മനുഷ്യൻ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളോടും ആഡംബരങ്ങളോടും ആർത്തി കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തില് നമുക്ക് നിത്യജീവനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ നിത്യജീവന് വേണ്ടിയിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാത്ത ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളായിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിത്യജീവന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കാനായിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ വഴി സാധിക്കുന്നു. അത് മാത്രമല്ല, ഓരോ രോഗികളുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു മകള് കടന്നു ചെല്ലുമ്പോൾ എന്തെന്ന് വന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്താ ഇത്ര നേരം വൈകിയേ, ആ ചോദ്യങ്ങൾ അവനെ അവര് ഡിസ്ചാർജ് ചെയ്ത് കടന്നു പോകുമ്പോഴേ ചിലപ്പോൾ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കും, അല്ലെങ്കിൽ കൈ പിടിച്ച് മുത്തും. എന്താ പറയും, ഒത്തിരി നന്ദിയുണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലര് പറയുന്നത് നിങ്ങളുടെ കർത്താവായി യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്കൊരു പ്രതിഫലമില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്? അപ്പൊ ഞങ്ങൾ പറയുന്നത്, അതായത് യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾക്ക് ജോലിയുണ്ടോ, ശമ്പളം ഉണ്ടോ എന്നൊക്കെ ഞാൻ പറയും, ഒത്തിരി ശമ്പളം ഉണ്ട്. അപ്പൊ അത് എത്ര ശമ്പളം, അത് എത്ര വേണമെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാം. കാരണം നമ്മുടെ അപ്പന്റെ കയ്യിൽ, നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം പോലെ സമ്പത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം. അങ്ങനെയാണ്. അപ്പൊ അവർക്കൊക്കെ കാരണം നമുക്ക് കുറച്ച് സമയം കിട്ടിയ TV കാണുന്നു, നമ്മുടേതായുള്ള പേഴ്സണലായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം വിനിയോഗിക്കുമ്പോൾ സമയമില്ലാതിരിക്കുന്ന സാഹചര്യത്തില്, അതായത് ഭാര്യയും ഭർത്താവും 93 വയസ്സായ അമ്മയും, എനിക്ക് 7 മക്കളാണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ കൂടുതൽ തൃഷ്ണതയോടെ തെരുവിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലും ആരുമില്ലാത്ത രോഗികളുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലാനാണ് തൃഷ്ണത. മക്കള് ചിലപ്പോ പറയുന്നത്, അമ്മച്ചിക്ക് ഞങ്ങളുടെ കൂടെ വരാനല്ല താല്പര്യം, അമ്മച്ചിക്ക് രോഗികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനും പ്രാർത്ഥിക്കാൻ പോകാനാണ് അമ്മച്ചിക്ക് താല്പര്യം. പലപ്പോഴും ഇവര് അങ്ങനെ പറയാറുണ്ട്. എങ്കിലും അവര് പറയും, അമ്മച്ചി ചെയ്യുന്ന ഈ ശുശ്രൂഷ അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെ ചെയ്യുന്നത്
അത് എന്റെ കൂട്ടുകാരികൾ, എന്റെ മകള് പറയുന്നത്, എന്റെ കൂട്ടുകാരികൾ പറയും, നിന്റെ അമ്മച്ചി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, അതിന്റെ ദൈവാനുഗ്രഹമാണ് നിനക്ക് പഠിക്കാനുള്ള ബുദ്ധി, അല്ലെങ്കിൽ നിനക്ക് കോളേജിൽ സീറ്റ് കിട്ടിയത്. ഇതൊക്കെ അങ്ങനെ ഇത് കുട്ടികളോട് ഇവള് ഷെയർ ചെയ്യുമ്പോൾ, മകൾ ഷെയർ ചെയ്യുമ്പോൾ പറയുന്ന ഒരവസ്ഥ. അതുപോലെ ഓരോ ആത്മീയ പ്രവർത്തനത്തിലും ജോയിച്ചേട്ടന്റെ ഒത്തിരി പ്രോത്സാഹനം. ഇപ്പൊ എന്ത് സാധനം ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് കടന്നു വന്നാലും അത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോഴേ അതെന്തിനാ കൊടുത്തേന്ന് ചോദിക്കില്ലേ, അങ്ങനെ അത്രയും പ്രോത്സാഹനം. അതുപോലെ എവിടേക്ക് പോകണമെങ്കിലും ഒരുമിച്ച്, നീ വരുന്നു എന്ന് ചോദിച്ചാൽ ഒരുമിച്ച്. പിന്നെ രാത്രിയുടെ നമ്മളിപ്പോ തെരുവിൽ നിന്നൊക്കെ മക്കളെ കിട്ടിയ ഞാൻ ആശ്രമത്തിൽ കൊണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ, ഈ ആശ്രമത്തിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഇവിടെ വീട്ടില് കുഞ്ഞുമക്കളാണ്. അപ്പൊ ഇവര് മുതിർന്നവര് അവർക്ക് ഭക്ഷണം കൊടുക്കും, അവരുടെ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കും. ഞാനും ചോദിച്ചു, ചിലപ്പോൾ സ്ത്രീകളായിരിക്കും കിട്ടുക. അപ്പൊ ആ സ്ത്രീകളെ കിട്ടുമ്പോൾ ആശ്രമങ്ങളിൽ കൊണ്ടാക്കാനായിട്ട് ഞാൻ കൂടെ പോകും. ഈ ശുശ്രൂഷകളിലൊക്കെ എങ്ങനെയാണ് നമുക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ, അതെങ്ങനെ സംഭവിക്കുന്നു പറയാമോ? സാമ്പത്തിക കാര്യം എന്ന് പറയുമ്പോൾ എന്നെ വീക്ഷിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അത് പിന്നീട് ഈ സാമ്പത്തികമായി ഇപ്പൊ നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു സഞ്ചി തോളത്തിട്ടിട്ട് ഒരു താടി വെച്ച് ചെരുപ്പിടാതെ ഒരു വ്യക്തി നിരന്തരം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. പുത്തമ്പള്ളിയിൽ വരെ, പുത്തമ്പള്ളിയിൽ എന്ന് പറഞ്ഞാൽ പല വ്യക്തികളും വരുന്ന വ്യക്തികളാണ്, പലവരും വരുന്നതാ പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ ദൈവമക്കൾ വരുന്നതാ. അതിലൊരു പ്രത്യേകമായിട്ട് ഒരു വ്യക്തി, ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യക്തി ഇങ്ങനെ ഒരു താടി വെച്ചിട്ട് തല ഇങ്ങനെ ഒരു പ്രത്യേകമായി കെട്ടിയിട്ട് കാലിൽ ചെരുപ്പിടില്ല, ഇങ്ങനെ ഒരു സാധാരണ ഒരു വ്യക്തി. അപ്പൊ ഇദ്ദേഹത്തിന് അപ്പോ ഈ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ചിലർ പറയാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറയും, ഇങ്ങനെ രോഗികളെ ശുശ്രൂഷിക്കുകയാണ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മള് ചെന്ന് ഓരോരുത്തരോടും ഇങ്ങനെ, ഒരു സഹോദരന് ഒരു മുണ്ട് വേണം, ആ മുണ്ട് ഒരു മുണ്ടേ ഉള്ള ഒരു രോഗിക്ക്, അപ്പൊ അതൊരു മുണ്ട് വേണമെന്ന് പറയുമ്പോൾ, നിനക്ക് പോയി വല്ല ജോലി ചെയ്ത് ജീവിച്ചോടെ, നീ എന്താ നിനക്ക് മുണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ആശുപത്രിയിൽ മറ്റുള്ളവർക്ക് ഉണ്ട്, നിന്നെ അവിടെ ആരും നിർത്തിയിട്ടില്ലല്ലോ, അങ്ങനെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കേട്ടിട്ട് വീണ്ടും വളരെ സന്തോഷത്തോട് വീണ്ടും അവർക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങള്, മരുന്ന് മേടിക്കേണ്ട കാര്യങ്ങളോ, പുറത്തുനിന്ന് മരുന്ന് മേടിക്കേണ്ട കാര്യങ്ങളോ അതിനുള്ള സാമ്പത്തികം കിട്ടും. അപ്പോ ഇവര് ഈ പറയുന്ന വ്യക്തികൾ തന്നെയാണ് പിന്നീട് അവര് പറയുന്നതെന്ന് വെച്ചാല്, ഈ സാമ്പത്തികമായ കാര്യങ്ങള് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോ ഇവര് ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു ചിത്താനുഭവത്തിൽ നമ്മൾ വിട്ടത്. പിന്നീട് അവര് വീക്ഷിക്കാൻ തുടങ്ങി, ഇദ്ദേഹം അന്വേഷിച്ചറിഞ്ഞു ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് പലരും ഇതിലേക്ക് എന്നെ സഹായിക്കാനായിട്ട് തുടങ്ങി. മറ്റേതെന്ന് വെച്ചാല്, ഒരു രോഗി ആ മുണ്ടില് ലാട്രിന് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അലക്കി ഇട്ടിട്ട് ഉണക്കിയിട്ടാണ് പിറ്റേ ദിവസം അവർക്ക് ഉടുപ്പിക്കുക. ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറയുന്നത് പോലെയായിരുന്നു നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ. ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ശുശ്രൂഷയെ കുറിച്ചിട്ട് അനേക മക്കള് ഇപ്പോ കരിസ്മാറ്റിക്കിൽ കൂടെ ഒത്തിരി വചനം കേട്ട് അനുഭവസ്ഥരായ ഒത്തിരി വ്യക്തികള് ഈ ശുശ്രൂഷ മേഖല അതിപ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനേക വ്യക്തികള്, അനേക സഹോദരങ്ങള്, അനേക സഹോദരികള്, അതുപോലെ തന്നെ നമ്മുടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലെ സിസ്റ്റേഴ്സ്, നഴ്സുമാരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം അവരെ കണ്ണിൽ കാണുകയാണിത്. അതുപോലെ തന്നെ നമ്മള് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഈ രോഗികളെ നമ്മൾക്ക് ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പറയുകയാണ്, സഹോദര നമുക്കൊരു വ്യക്തിയെ ആശ്രമത്തിൽ കൊണ്ടാക്കണം, അതിൽ ഇന്ധനം ഇല്ല, അതിൽ പെട്രോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവര് പറയും, പൂമഴിക്ക് ഇതില് ഫുള്ളായിട്ട് പെട്രോൾ അടിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഓരോ കാര്യങ്ങളും, ഇപ്പൊ നമുക്കൊരു ഹല്ലേലൂയ എന്ന് എഴുതിയിട്ട് ഒരു ആംബുലൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഇവര്, നമുക്ക് കുറച്ച് പേര് സഹോദരങ്ങള്, വളരെ ആത്മാർത്ഥമായിട്ട് ഒത്തിരി സഹോദരങ്ങളാണ് നമുക്കത് തന്നത്. ഇപ്പോ ഈ വരുന്ന ജനുവരിയിലേക്ക്, 2015 ജനുവരിയിലേക്ക് അത് 4 വർഷമാവും നമുക്ക് വണ്ടി കിട്ടുക. അതിനു മുമ്പ് നമുക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പ് ഇതുപോലെ തന്നെ ഒത്തിരി സഹോദരങ്ങൾ നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്തതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ശുശ്രൂഷ. ഈ സാമ്പത്തികമായ കാര്യങ്ങളില് ഇപ്പോൾ വെച്ചാല് നമ്മുടെ തക്ക സമയത്ത് കർത്താവ് പറയില്ലേ, നമ്മള് ആ ശുശ്രൂഷയില് എന്താണ് പോരായ്മ എന്ന് പറഞ്ഞാൽ ആ തക്ക സമയത്ത് ഒന്നാലെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങള് നമ്മളെ വീട്ടിലേക്ക് വരും. ഇതുപോലെ തന്നെ ഈ ശുശ്രൂഷയുടെ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന പറഞ്ഞാൽ, വീട്ടില് ഒരു ദിവസം തീരെ അരിയില്ലാത്ത സമയം എന്ന് പറയുമ്പോൾ ആകെ ഒരു നാഴി അരിയുണ്ട്.
ഞാനാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുക. ഈ നാഴിയരി ഇട്ടിട്ട് വേണം അപ്പനും അമ്മയ്ക്കും, അന്ന് 2 കുഞ്ഞുമക്കളാണ്, ഈ മക്കൾക്ക് ഇട്ട് കൊടുത്തത് ആ നാഴിയരി കൊണ്ട്. അപ്പോഴാണ് ഒരു സഹോദരി സഞ്ചിയായിട്ട് വീട്ടിലേക്ക് വരുന്നത്. എന്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, സഹോദരി ഇന്ന് അരിയില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അടുപ്പത്ത് വെള്ളം വെച്ചിട്ടാണ് ഈ അരി ഇടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ സഹോദരി വന്നത്. അപ്പൊ ഈ ഒരു സഹോദരിക്ക് അത് കൊടുത്തു. അങ്ങനെ ഞാൻ അറിയുന്നില്ല, ഞാൻ പുറത്തു പോയി ശുശ്രൂഷ, രാത്രി ഒരു 7 മണിയായി ഈ കാര്യം നടക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഈ പുത്തമ്പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുത്തമ്പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഔസേപ്പ് എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോയ് ഇങ്ങോട്ട് വാ, നീ ഒരു തുണ്ട് ഒരു വെള്ളക്കടലാസ് തരാൻ പറഞ്ഞു. വെള്ളക്കടലാസ് കൊടുത്തു, പേന കൊടുത്തു. അതിൽ എഴുതി 25 കിലോ അരി ഇപ്പോ തന്നെ നീ പോയി എന്റെ വീടിന്റെ അടുത്ത് ഒരു കടയുണ്ട്, അവിടെ പോയി മേടിക്കാൻ. ഞാൻ പറഞ്ഞു, അത് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നീ പോയി വാങ്ങിക്കണം, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എന്നെ കൂട്ടി കൊണ്ടുപോയി ഈ ജോയിക്ക് ഒരു 25 കിലോ അരി അവിടുത്തെ ഒരു ചാക്കിലാക്കി തന്നു. ഞാൻ ഇത് താങ്ങി പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് താങ്ങി പിടിച്ച് കൊണ്ടുപോയി ഞാൻ വീട്ടിലെത്തുമ്പോ ഒരു 8:30-9 മണിയായി. വീട്ടിൽ ചോറ് വെച്ചിട്ടില്ല. ഞാൻ ചെല്ലുന്നത് തന്നെ ഒരു ഓട്ടോറിക്ഷയിലാണ്. അവൾ വീടിന്റെ അടുത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് 25 കിലോ താങ്ങി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, നേരെ വൈകി. അവ ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ സഞ്ചിയിൽ ഈ അരി കൊണ്ടുപോയിക്കുന്ന സമയം അപ്പോഴാണ് ജീവിത പങ്കാളി പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി, രോഗികൾക്ക് സാന്ത്വനമായി ഇവർ ഈ മെഡിക്കൽ കോളേജിലും പരിസരത്തും വിവിധ ശുശ്രൂഷകൾ ചെയ്തുവരുന്നു. തിരുവചനത്തിന്റെ ദർശനങ്ങളും മുറിവുണക്കുന്ന ഈശോയോടുള്ള അതിരറ്റ സ്നേഹവും കാരുണ്യമായി ഇവർ പ്രഘോഷിക്കുന്നു. കുടുംബ പ്രാർത്ഥനയുടെ കരുത്തും സ്നേഹവും ഈ കുടുംബത്തിന് വിശുദ്ധി നൽകുന്നു. കർത്താവ് ദാനമായി നൽകിയ 7 മക്കളോടൊപ്പം ഓരോ ശുശ്രൂഷകളിൽ ഇവർ വ്യാപരിക്കുന്നു. ദിവസവും ഭക്ഷണം നൽകിയും മറ്റ് രോഗികൾക്കായുള്ള ശുശ്രൂഷകൾ ചെയ്തും ഇവർ സുവിശേഷത്തിന്റെ സാക്ഷികളാകുന്നു. ഹല്ലേലൂയ എന്നെഴുതിയ ഈ വാഹനം പാവങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന വലിയ കൂടാരമായി ഇവർക്ക് മുൻപിൽ മാറുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അവസാന വിധിയെക്കുറിച്ച് ഈശോ പങ്കുവെക്കുന്ന വചനഭാഗങ്ങളാണ്. അവിടെ ഈ ചെറിയവരിൽ നിങ്ങൾ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് ഈശോ പങ്കുവെക്കുകയാണ്. ഏകദേശം ഒരു 4 വർഷത്തോളമായി തൃശ്ശൂരിന്റെ മധ്യത്തിലുള്ള മാർക്കറ്റിലെ ഒരുപാട് വ്യക്തികളെ ഒന്നുചേർത്ത് ഹല്ലേലൂയ എന്നൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട്. ജോയി ചേട്ടൻ എന്ന ചേട്ടനാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. തൃശ്ശൂരിന്റെ മാർക്കറ്റിൽ ജോലിക്ക് വരുന്ന ഒരുപാട് ചേട്ടന്മാരെ ഒന്നിച്ചേർത്തും അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചേർത്തുമൊക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ജോയി ചേട്ടൻ നേതൃത്വം കൊടുക്കാറുണ്ട്. ഞാൻ ഇവരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം പ്രാർത്ഥനാ കൂട്ടായ്മയിൽ മാത്രം ഒന്നിച്ചു ചേരുന്ന ഒരു പ്രവർത്തനമല്ല ഹല്ലേലൂയ പ്രാർത്ഥനാ കൂട്ടായ്മയുടേത്. മറിച്ച് ഈ ചെറിയവരിലേക്ക് ഈശോയുടെ വചനം അനുസരിച്ച് ഇറങ്ങിത്തിരിക്കാനുള്ള വലിയ മനസ്സും ആ കൂട്ടായ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും, വേണമെങ്കിൽ അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുചെല്ലാനും വീടിനാവശ്യമായ എല്ലാ കാര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാനും ഈ കൂട്ടായ്മയും മാത്രമല്ല ജോയി ചേട്ടന്റെ കുടുംബം മുഴുവനും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു അനുഭവമാണ് ഇവരുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് കാണാൻ ഇടവന്നത്. തീർച്ചയായിട്ടും ഇവരുടെ കൂടെ ചേരാൻ സാധിച്ചത് വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് കരുതാറുണ്ട്. അങ്ങനെ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ വലിയൊരു ത്യാഗോജ്വലമായിട്ടുള്ള സേവനവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവരോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇവർക്ക് പ്രചോദനമായിട്ട് തരുന്നത്? ഇവർ പങ്കുവെക്കുന്ന ഏക കാര്യം വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നതെന്നാണ് ഇവർ എന്നോട് പങ്കുവെക്കാറുള്ളത്. എനിക്കും അത് വളരെയേറെ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് ഈശോയുടെ മക്കളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട് സേവന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വൈകിട്ടുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ ഇവരെ ഏറെ സഹായകരമാക്കാറുണ്ട്. ഇത് തിരുസഭയിൽ ആത്മായ പ്രേക്ഷിതത്തിന് ഏറ്റവും വലിയ മാതൃകയും പ്രചോദനവുമാണ്. എല്ലാവരെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കും അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിലേക്കും ഇവരെ സഹായിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവപരിപാലനയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പരിപാലനയാണ്. അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നു. അപ്പൊ അതിന്റെ ഒരു ആനന്ദവും അതിന്റെ ഒരു സമാധാനവും കുടുംബം മുഴുവൻ അനുഭവിക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ പല വ്യക്തികളെയും കണ്ടുമുട്ടിയെങ്കിലും ഈ ഹല്ലേലൂയ ജോയി എന്ന് പറയുന്ന ആളിൽ കർത്താവ് എങ്ങനെയാണ് തന്റെ പരിപാലനയുടെ സ്നേഹം നൽകുന്നത് കണ്ടു. വാസ്തവത്തിലെ അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും വലിയ കായ്കൾ വിളഞ്ഞില്ലെങ്കിലും മുന്തിരി ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലും ആട്ടിൻപറ്റ മാലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കെന്ന് പറഞ്ഞ ആ ഹബക്കൂക്കിന്റെ തനി അനുഭവത്തിലൂടെ കടന്നു പോകാൻ കർത്താവ് കൃപ തന്നു. ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളോട് ഇത്രയും സമയം ജീവിതത്തിലെ പല അനുഭവങ്ങളും മറ്റുള്ളവരിലേക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം കാരുണ്യമായി ഒഴുകുന്നതെന്ന് ജോയിയുടെ അനുഭവങ്ങളെ തീർച്ചയായിട്ടും ഷാലോം പ്രേക്ഷകർക്ക് ഒത്തിരി അനുഗ്രഹമായി. ഇതിൽ ഇത്രയും നേരം സഹകരിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി. തിരുവചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ജീവിതങ്ങളെ ദൈവം എപ്രകാരം തന്റെ കാരുണ്യത്തിന്റെ കിരണങ്ങൾ പകരാൻ ഉപയോഗിക്കുന്നു എന്ന് നാം ഈ ജീവിതങ്ങളെ പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നു. തിരുവചനം സ്നേഹമായി പ്രഘോഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രണാമം.